ഹായ്, ഞാൻ അരുൺ. ഞാനൊരു പ്ലാനിംഗ് എഞ്ചിനീയറാണ്. ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് കോഴ്സിനെ പറ്റി സംസാരിക്കാം. ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് എങ്ങനെയാണോ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ സെയിം സീക്വൻസിലാണ്. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു വീടാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. ഇത് എക്സാമ്പിൾ ഒരു സിവിൽ വർക്കാണ് എന്നതുകൊണ്ട് ഇത് സിവിൽ പ്ലാനിംഗ് ആണ് എന്നല്ല. പ്ലാനിങ്ങിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെ ഡിഫറൻസ് ഇല്ല. പ്ലാനിങ് മെത്തേഡ് ഒന്ന് തന്നെയാണ് എല്ലായിടത്തും. ജസ്റ്റ് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു സിവിലിൻ്റെ വർക്ക് കാണിച്ചു എന്നതേ ഉള്ളൂ. ഈ ഒരു കോഴ്സിൽ പ്രൈമവറ എങ്ങനെയാണ് പ്രൊജക്ട് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്നത്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തിയറീസ്, കുറച്ച് റിപ്പോർട്ട്സ് ലൈക്ക് എസ് കർവ്, ഹിസ്റ്റോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സലിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ ഒരു കോഴ്സ്. ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പുസ്തകം നോക്കി പഠിപ്പിക്കുന്ന മെത്തേഡിലല്ല, പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് കാണാൻ പറ്റും. ഞങ്ങൾ പ്രൊഫഷണൽസ് ഇത് യൂസ് ചെയ്യുന്നവർ ഒരുപാട് പ്രോബ്ലംസ്, ഇത് പ്ലാനിങ് റിലേറ്റഡ് ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ്. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വീണ്ടും അങ്ങനെ പോകുന്നവരാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസിനെ പറ്റിയിട്ട് ഓൾറെഡി ഞങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ മിക്കവരും സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് പഠിപ്പിക്കുന്നവരായിരിക്കും, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോസർ കാണില്ല. സോ അങ്ങനെയുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. ഇത് പഠിക്കുമ്പോഴുള്ള നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ട്സ്, ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഓൾറെഡി ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. എന്തെങ്കിലും ഡൗട്ടോ സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു.